Students, next we are going to learn the non-literary sources. First one is inscriptions. എന്താണ് inscriptions? Inscriptions are permanent writings engraved on hard surface such as stone, metal or terracotta. സ്റ്റോൺ, മെറ്റൽ, ടെറാക്കോട്ട പോലുള്ള ഹാർഡ് സർഫസിൽ കൊത്തിയിരിക്കുന്ന പെർമനൻറ്റ് റൈറ്റിംഗ്സ് ആണ് ഇൻസ്ക്രിപ്ഷൻസ്. ഇൻസ്ക്രിപ്ഷൻസിനെ കുറിച്ചുള്ള സ്റ്റഡിയെ നമ്മൾ എപ്പിഗ്രാഫി എന്ന് പറയുന്നു. ഏർലിയസ്റ്റ് ഇൻസ്ക്രിപ്ഷൻസ് ഒക്കെ സ്റ്റോണിലായിരുന്നു എഴുതപ്പെട്ടിരുന്നത്. ഇൻസ്ക്രിപ്ഷൻസിൽ കൂടുതൽ കാണുന്നത് അച്ചീവ്മെൻറ്റ്സ്, ആക്ടിവിറ്റീസ് ആൻഡ് ഐഡിയാസ് ഓഫ് ദോസ് പീപ്പിൾ ഹു ഗോട്ട് ദം ഇൻസ്ക്രൈബ്ഡ്. എന്താണ് പ്രശസ്തീസ്? The inscriptions which are composed by poets in praise of kings and patrons are known as പ്രശസ്തീസ്. അത് ഓർത്തു വയ്ക്കുക. ഏർലിയസ്റ്റ് ഇൻസ്ക്രിപ്ഷൻസ് ഒക്കെ പ്രാകൃത ഭാഷയിലാണ് എഴുതിയിരുന്നത്, കാരണം അത് ഓർഡിനറി പീപ്പിളിൻ്റെ ലാംഗ്വേജ് ആണ്. ഇൻ ലേറ്റർ ടൈംസ് തമിഴ് ആൻഡ് സാൻസ്ക്രിറ്റ് വെയർ ഓൾസോ യൂസ് ടു റൈറ്റ് ദ ഇൻസ്ക്രിപ്ഷൻസ്. ആരാണ് ആദ്യമായി ഇൻസ്ക്രിപ്ഷൻസ് ഇഷ്യൂ ചെയ്തത്? ഇറ്റ് വാസ് ദ മൗര്യൻ കിങ് അശോക who was the first person to issue inscriptions. Most of his inscriptions are in Prakrita language written in Brahmi script. Some in the northwards were written in Kharoshthi. എന്താണ് ബ്രഹ്മി സ്ക്രിപ്റ്റും കരോഷ്ടി സ്ക്രിപ്റ്റും തമ്മിലുള്ള വ്യത്യാസം? ബ്രഹ്മി വാസ് റിട്ടൺ ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് ലൈക്ക് ഹിന്ദി, while കരോഷ്ടി ഫ്രം റൈറ്റ് ടു ലെഫ്റ്റ്. These Ashokan scripts help us greatly in understanding his religious and administrative policies. From the 1st century BC, the king started granting land to religious people. The Satavahans kings of Deccan were the first ones to do so. ഇതൊക്കെ ഓർത്ത് വെച്ചിരിക്കേണ്ട പോയിന്റുകളാണ്. The inscriptions help us in finding out the religions and economic activities of this period. Some of these inscriptions are written on stone, but most on കോപ്പർ പ്ലേറ്റ്സ്. അപ്പോൾ കോപ്പർ പ്ലേറ്റുകളും ഈ സമയമായപ്പോൾ ഇൻസ്ക്രിപ്ഷന് വേണ്ടി യൂസ് ചെയ്യാൻ തുടങ്ങിയിരുന്നു. ഈ ഇൻസ്ക്രിപ്ഷൻസ് നമുക്ക് ഒരു എവിഡൻസ് ആണ്, നമ്മുടെ ഹിസ്റ്ററിയെ റീകൺസ്ട്രക്ട് ചെയ്യാൻ, പാസ്റ്റിനെ റീകൺസ്ട്രക്ട് ചെയ്യാനുള്ള ഒരു സോഴ്സാണ്, എവിഡൻസ് ആണ്. എന്നാൽ ദർ ആർ സം ലിമിറ്റേഷൻസ് ഓഫ് ഇൻസ്ക്രിപ്ഷണൽ എവിഡൻസ്. ഫോർ എക്സാമ്പിൾ, സംടൈം ലെറ്റേഴ്സ് ആർ വെരി ഫെയിൻലി എൻഗ്രാവ്ഡ്. ലെറ്റേഴ്സ് വളരെ ഫെയിൻ്റ് ആയിട്ടായിരിക്കും കൊത്തി വെച്ചിരിക്കുന്നത്, അപ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ പാടാണ്. അതുപോലെ തന്നെ ചില ലെറ്റേഴ്സ് മിസ്സിങ് ആയിരിക്കാം, ചിലതിന് ഡാമേജ് സംഭവിക്കാം. അതുപോലെ തന്നെ ഇൻസ്ക്രിപ്ഷനിലുള്ള എല്ലാ വേർഡ്സിനും എക്സാക്റ്റ് മീനിങ് തന്നെ ആയിരിക്കണമെന്നില്ല, അതുകൊണ്ട് തന്നെ ഈസി ആയിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റില്ല. ഇതൊക്കെയാണ് ഇൻസ്ക്രിപ്ഷൻസിൻ്റെ ഒരു ലിമിറ്റേഷനായിട്ട് വരുന്നത്. അപ്പോൾ ഇൻസ്ക്രിപ്ഷൻസിനെ കുറിച്ച് ഇത്രയുമൊക്കെ ഓർത്ത് വയ്ക്കുക. ഇൻസ്ക്രിപ്ഷൻസിൽ നിന്നും ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുള്ളതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളെങ്കിലും ഓർത്ത് വയ്ക്കുക. നെക്സ്റ്റ് വി ക്യാൻ ലുക്ക് വാട്ട് ഈസ് കോയിൻസ്. ദ സ്റ്റഡി ഓഫ് കോയിൻസ് ഈസ് നോൺ ആസ് നുമിസ്മാറ്റിക്സ്. സ്റ്റഡി ഓഫ് കോയിൻസ് ഈസ് നോൺ ആസ് നുമിസ്മാറ്റിക്സ്. ഇറ്റ് നോട്ട് ഓൺലി ഇൻക്ലൂഡ് വിഷ്വൽ എലമെൻറ്റ്സ് സച്ച് ആസ് സ്ക്രിപ്റ്റ് ആൻഡ് ഇമേജസ് ഓൺ കോയിൻ, ബട്ട് ഓൾസോ മെറ്റലർജിക്കൽ അനാലിസിസ്. ഏൻഷ്യൻ കോയിൻസ് മോസ്റ്റ്ലി മിൻറ്റഡ് ഇൻ മെറ്റൽ സച്ച് ആസ് കോപ്പർ, സിൽവർ, ഗോൾഡ് ആൻഡ് ലെഡ്. അപ്പോൾ ഏൻഷ്യൻ കോയിൻസ് എന്തുകൊണ്ടാണ് നിർമ്മിച്ചിരുന്നത്? കോപ്പർ, സിൽവർ, ഗോൾഡ് ആൻഡ് ലെഡ്. ദ ഏർലിയസ്റ്റ് കോയിൻസ് ഫൗണ്ട് ഇൻ ഇന്ത്യ കണ്ടെയ്ൻ സർട്ടൻ സിംബൽസ്. ഇന്ത്യയിൽ കണ്ടെത്തിയ ഏർലിയസ്റ്റ് കോയിൻസിൽ ചില സിംബൽസ് ഉണ്ടായിരുന്നു. അതിനെ നമ്മൾ പഞ്ച് മാർക്ക് കോയിൻസ് എന്ന് അറിയപ്പെട്ടിരുന്നു. അവ എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? സിൽവർ ആൻഡ് കോപ്പർ. The first coins to bear the names and images of rulers were issued by Indo-Greeks. The first gold coins were issued by the Kushana dynasty. Some of the most spectacular gold coins were issued by Gupta rulers. ഇപ്പോൾ ഫസ്റ്റ് ഗോൾഡ് കോയിൻ ഇഷ്യൂ ചെയ്തത് കുഷാനാസ് ഡൈനാസ്റ്റി ആണ്. അത് ഓർത്ത് വയ്ക്കുക. Coins are very important because they provide useful information regarding the economic history as they were used as a medium of exchange. ഇപ്പോൾ കോയിൻസ് നമ്മുടെ പാസ്റ്റ് റീകൺസ്ട്രക്ട് ചെയ്യാൻ ഒരുപാട് ഹെൽപ്ഫുൾ ആയിരുന്നു, കാരണം ഒരുപാട് യൂസ്ഫുൾ ഹിസ്റ്ററി അതിൽ നിന്ന്, എക്കണോമിക് ഹിസ്റ്ററി നമുക്ക് കോയിൻസ് കണ്ടെത്തിയതോടെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. കോയിൻസ് നിന്നും ഷോർട്ട് നോട്ടൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്, അത് ഓർത്ത് വയ്ക്കുക. Next we can look archaeology.
ദ മെറ്റീരിയൽ റിമൈൻസ് ഓഫ് ദ പാസ്റ്റ് ക്യാൻ ബി സ്റ്റഡീഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ആർക്കിയോളജി. ആർക്കിയോളജിയുടെ സഹായത്തോടു കൂടി നമുക്ക് പാസ്റ്റിലുണ്ടായിരുന്ന സാധനങ്ങളുടെ മെറ്റീരിയൽസിൻ്റെ അവശിഷ്ടങ്ങളെക്കുറിച്ചൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ആർക്കിയോളജി ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് വൺ ടു സ്റ്റഡി അവർ പ്രീ ഹിസ്റ്ററി, ദാറ്റ് ഈസ് ദ പീരീഡ് ബിഫോർ ദ ഇൻവെൻഷൻ ഓഫ് റൈറ്റിംഗ്. ഹിസ്റ്ററി എന്നാൽ അത് ബേസിക്കലി ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ റിട്ടൺ മെറ്റീരിയൽ. Although writing was known in India by 2500 BC in Indus culture, the script has not so far been deciphered. ഇന്ത്യയിൽ നേരത്തെ തന്നെ റൈറ്റിംഗ് ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും ആ സ്ക്രിപ്റ്റ് മനസ്സിലാക്കിയിരുന്നില്ല. The Harappans knew how to write, but the historians have not been able to read it. Their culture is placed in the period called proto-historic phase. അത് ഓർത്തു വെച്ചിരിക്കുക. ആദ്യമായി മനസ്സിലാക്കിയ സ്ക്രിപ്റ്റാണ് ബ്രഹ്മി സ്ക്രിപ്റ്റ്. അത് അശോകൻ ഇൻസ്ക്രിപ്ഷൻസിലായിരുന്നു കണ്ടിരുന്നത്. ഇറ്റ് ബിലോങ്സ് ടു 3rd century BC. Excavations have brought to light the tools of early humans in India going as back as 7 lakh years. ഓരോ സാധനങ്ങൾ കുഴിച്ചെടുക്കാൻ തുടങ്ങി. അപ്പോൾ നമ്മുടെ ഏർലി ഹ്യൂമൻസിൻ്റെ ജീവിത രീതിയെക്കുറിച്ചും അവരുപയോഗിച്ചിരുന്ന ടൂൾസിനെ കുറിച്ചും അവർ താമസിച്ചിരുന്ന ഹൗസസിനെ കുറിച്ച്, ടൈപ്പ് ഓഫ് പോട്രി, അതുപോലെ തന്നെ അവർ കൺസ്യൂം ചെയ്ത കൈൻഡ് ഓഫ് സിറിയൽസിനെ കുറിച്ചൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റി. അതുപോലെ തന്നെ ഇൻ സൗത്ത് ഇന്ത്യ സം പീപ്പിൾ വെയർ ബറീഡ് അലോങ് വിത്ത് ദെയർ ടൂൾസ്, വെപ്പൺസ്, പോട്രി ആൻഡ് അതർ ബിലോങ്ങിങ്സ് അണ്ടർ ബിഗ് ആൻഡ് ഹെവി സ്റ്റോൺസ്. ദീസ് ഗ്രേവ്സ് ആർ നോൺ ആസ് മെഗാലിത്സ്. അപ്പോൾ നമ്മൾ കുഴിച്ചെടുക്കുന്ന അവശിഷ്ടങ്ങൾക്ക് എത്ര കാല പഴക്കമുണ്ടെന്ന് അറിയാൻ വേണ്ടി വേരിയസ് മെത്തേഡ്സ് ഉണ്ട്. അതിൽ ഇമ്പോർട്ടൻ്റ് ഒന്നാണ് റേഡിയോ കാർബൺ ഓർ കാർബൺ 14 ഡേറ്റിംഗ് മെത്തേഡ്. കാർബൺ 14 ഈസ് എ റേഡിയോ ആക്റ്റീവ് കാർബൺ പ്രസൻറ്റ് ഇൻ ഓൾ ലിവിങ് ഒബ്ജക്ട്സ്. ഇറ്റ് ഡീക്കേസ് ലൈക്ക് ഓൾ റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റൻസ് അറ്റ് എ യൂണിഫോം റേറ്റ് വെൻ ദ ഒബ്ജക്റ്റ് ഈസ് ഡെഡ്. By measuring the loss of C14 content in an ancient object, wood or bone, its age can be determined. അപ്പോൾ C14 മെത്തേഡ് വഴി, ഡേറ്റിംഗ് മെത്തേഡ് വഴി നമുക്ക് എത്രമാത്രം പഴക്കമുള്ള മെറ്റീരിയലാണ് കിട്ടിയിരിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റും. The history of climate and vegetation is known through an examination of plant residues and especially through pollen analysis. On this basis, it is suggested that agriculture was practiced in Kashmir and Rajasthan around 7000-6000 BC. അപ്പോൾ പോളൻ അനാലിസിസ് വഴിയും പ്ലാന്റ് റെസിഡ്യൂസിൻ്റെ എക്സാമിനേഷൻ വഴിയും നമുക്ക് ക്ലൈമറ്റിനെ കുറിച്ചും വെജിറ്റേഷനെ കുറിച്ചുള്ള ഹിസ്റ്ററീസ് മനസ്സിലാക്കാൻ പറ്റും. അതിൻ്റെ ബേസിൽ കാശ്മീരിലും രാജസ്ഥാനിലും ഒക്കെ 7000 to 6000 BC അഗ്രികൾച്ചർ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലായി. The geological studies provide an idea of the history of soil, rocks, etc. where prehistoric man lived. Human history cannot be understood without an idea of the continuing interaction between soils, plants and animals on one hand and humans on other. Taking together with the archaeological remains, geological and biological studies act as an important source for the reconstruction and development of human history. അപ്പോൾ ഓർക്കുക, ആർക്കിയോളജിക്കൽ റിമൈൻസ്, ജിയോളജിക്കൽ, ബയോളജിക്കൽ സ്റ്റഡി ഇതെല്ലാം കൂടെ ചേർന്നാണ് നമുക്ക് ഹ്യൂമൻ ഹിസ്റ്ററിയുടെ റീകൺസ്ട്രക്ഷൻ ഡെവലപ്മെൻറ്റിനെ കുറിച്ചുള്ള ഇമ്പോർട്ടൻറ്റ് സോഴ്സസ് കിട്ടുന്നത്. അപ്പോൾ ആർക്കിയോളജിയെക്കുറിച്ച് ഇത്രയുമാണ്. ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് ആർക്കിയോളജിയെക്കുറിച്ച് മനസ്സിലാക്കുക. അപ്പം നോൺ ലിറ്റററി സോഴ്സസ് ഏതൊക്കെയാണെന്ന് മനസ്സിലായി. ഇൻഡെക്സ് ക്വസ്റ്റ്യൻസൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്.